ടീമിലെത്തുന്നവരുടെ മോശം പ്രകടനം മാത്രമായിരിക്കും ഒരുപക്ഷെ പന്തിനെ ഇനി തുണക്കുക ഒരു റിട്ടേണിന്. എങ്കിലും അപ്പോഴും റീപ്ലേസ് ചെയ്യാൻ ഇഷ്ടംപോലെ താരങ്ങളുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. അതോടെ ഋഷഭ് പന്തിൻ്റെ സാന്നിധ്യം ടെസ്റ്റ് ടീമിൽ മാത്രമായി ചുരുങ്ങാനാണ് ഇനി ഭാവിയിൽ സാധ്യത. ഋഷഭ് പന്ത് നമുക്കറിയാം 2024 പരിക്കിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചുവരവ്. കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കളിക്കളത്തിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് കരുതിയ 634 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യക്കായി ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങി ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ചായിരുന്നു രാജേന്ദ്ര പന്ത് എന്ന ഋഷഭ് പന്തിൻ്റെ ആ ഒരു തിരിച്ചുവരവുണ്ടായത്. അന്ന് ഋഷഭ് പന്ത് ഗ്രൗണ്ടിൽ പറയാതെ പറഞ്ഞത്, നാം തളർന്നു വീണതോ തകർന്നു പോയതോ അവരറിയണ്ട, നാം വസന്തത്തെ വരവേൽക്കാനായി പഴയ ഇലകൾ പൊഴിക്കുകയാമെന്ന് അവർ ധരിച്ചു കൊള്ളട്ടെ എന്നായിരുന്നു. പോയ ഇന്നലകളിലെ പരിക്കിൻ്റെയും നിരാശയുടെയും പഴയ ഇലകളൊക്കെയും പൊഴിച്ചു കളഞ്ഞ് ഋഷഭ് പന്ത് അന്ന് ഗ്രൗണ്ടിൽ വസന്തം തീർക്കുകയായിരുന്നു. പരിക്കേൽക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ മുഖമായിരുന്നു ഋഷഭ് പന്ത്. ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരുന്നു. ടീമിൻ്റെ വിജയങ്ങളുടെ ആണിക്കല്ലായിരുന്നു. രവിശാസ്ത്രി അടക്കം തൻ്റെ ജീവിതത്തിൽ നേടിയ 83 ക്രിക്കറ്റ് ലോകകപ്പ് നേട്ടത്തെക്കാളും മഹത്തരമെന്ന് പ്രകീർത്തിച്ച ഗാബ ടെസ്റ്റിലെ വിജയശില്പിയായിരുന്നു. ടെസ്റ്റിൽ ഒറ്റയ്ക്ക് ഒരു സെഷനിൽ മത്സരഫലം മാറ്റാൻ കഴിവുള്ള താരമായിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു ദൗർഭാഗ്യകരമായി 2023 കാർ അപകടത്തിൽ ഗുരുതരമായി ഋഷഭ് പന്തിന് പരിക്കേൽക്കുന്നത്. അതോടെ ഇന്ത്യ KS ഭരത്തിലും ധ്രുവ് ജുറേലിലും ഒക്കെ വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസ് നൽകിക്കൊണ്ട് ടെസ്റ്റിൽ ഋഷഭിന് പകരക്കാരനെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴും പലപ്പോഴും നിരാശയായിരുന്നു ഫലം. ഒടുവിലാണ് മടങ്ങിവരവിൽ ഋഷഭ് പന്ത് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി കുറിച്ചുകൊണ്ട് ആ വരവറിയിച്ചത്. അതിനുശേഷം അദ്ദേഹം പഴയതുപോലെ എല്ലാ ഫോർമാറ്റിലും സ്ഥിര സാന്നിധ്യമാവുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ അതാണ് ഇപ്പോൾ ടെസ്റ്റിൽ മാത്രമായി ഇപ്പോൾ അദ്ദേഹം ഒതുക്കപ്പെട്ട് നിൽക്കുന്നത്. പന്തിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ ചങ്കുറപ്പിന്റെ പേര് തന്നെയാണ് ഋഷഭ് പന്ത്. മുമ്പൊരിക്കൽ ഋഷഭ് പന്ത് തന്റെ പന്തിൽ റിവേഴ്സ് സ്വീപ്പ് ചെയ്തപ്പോൾ ഇതിഹാസ പേസ് ബോളറായ ജെയിംസ് ആൻഡേഴ്സൺ അത് കണ്ട് അത്ഭുതപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സൗരവ് ഗാംഗുലി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇതിന് ധൈര്യപ്പെടുകയില്ല, പക്ഷേ പന്ത് അവൻ വല്ലാത്ത ഒരു ജാതിയാണെന്ന്. മുമ്പ് ധോണിയുടെ പകരക്കാരൻ എന്ന ഭാരിച്ച ഉത്തരവാദിത്വം തലയിൽ വരുമ്പോൾ പന്ത് ചെയ്യുന്നതിനെല്ലാം ആരാധകർ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു 2018-19 കാലം. അവസരങ്ങൾ ഇഷ്ടം പോലെ ലഭിച്ചിട്ടും തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നൽകാൻ കഴിയാതെ പതറിയ യങ്സ്റ്റർ എന്നൊരു വിശേഷണവുമായി പന്ത് നിന്ന കാലയളവായിരുന്നു അത്. പന്തിന്റെ പിഴവുകളെ കൂവാനും കളിയാക്കാനും മഹേന്ദ്ര സിംഗ് ധോണിയെ തിരിച്ചു കൊണ്ടുവരണമെന്നും വരെ ആ സമയത്ത് ആരാധകർ പ്ലക്കാർഡുകളുമായി സ്റ്റേഡിയത്തിൽ എത്തിക്കൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. ആ സമയത്ത് MS ധോണി എന്ന മഹാമേരു വരുത്തിയ വിടവ് കരിയറിന്റെ തുടക്കത്തിൽ വേണ്ടത്ര നികത്താൻ കഴിയാതിരുന്നപ്പോൾ പന്തിനെ വിമർശിച്ചവരുടെയും ഉപദേശിച്ചവരുടെയും കൂട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ മഹാരഥന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ കാണികളുടെ പരിഹാസങ്ങൾക്ക് നേരെ ആ സമയത്ത് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് വരെ ക്ഷുഭിതനാവേണ്ടി വന്നിരുന്നു. നിരന്തരമായ കൂക്കിവിളികൾ വേട്ടയാടിയപ്പോൾ മാനസികമായി തളർന്ന പന്ത് വിക്കറ്റിന് മുൻപിലും പിൻപിലും സ്വന്തം ഗെയിം പോലും മറന്നുനിന്ന സമയവും ഉണ്ടായിരുന്നു.